ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ഗാലക്സി A17 5G എന്ന ഫോണാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഈ ഒരു സീരീസിന്റെ കാര്യം നമുക്കറിയാം. സാംസങ്ങിന് ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടുന്നത് ഈ ഒരു സീരീസിലാണെന്നാണ് അവർ പറയുന്നത്. സോ ഒരുപാട് ഡിമാൻഡുള്ള സീരീസ് ആണെന്നാണ്. പല ഫ്ലാഗ്ഷിപ്പ് ഫീച്ചറുകളും ഇതിലേക്ക് കൊണ്ടുവരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് ഈ ഒരു A17 5G എന്ന ഫോൺ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ ഒന്ന് അൺബോക്സ് ചെയ്ത് ഈസി ആയിട്ടൊന്ന് പരിശോധിക്കാം. ഈ കാണുന്നതാണ് ഗാലക്സി A17 5G എന്ന ഫോണിന്റെ ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ ഫോണാണ് ഇരിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഫോൺ കയ്യിലോട്ട് എടുക്കാം. ഈ കാണുന്നതാണ് ഗാലക്സി A17 5G എന്ന ഫോണിൻ്റെ ഡിസൈൻ. ഒരു സാധാരണ ഇപ്പോഴത്തെ സാംസങ്ങിൻ്റെ ഒരു രീതി ഈ ഒരു ഡിസൈനാണ്. ക്യാമറ ഐലൻഡൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ രീതിയിലുള്ളൊരു ഡിസൈനാണ്. അങ്ങനെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നന്നായിരിക്കുന്നു അല്ലേ? സ്ലിമ്മസ്റ്റ് ഇൻ ദ സെഗ്മെന്റ് എന്നാണ് അവർ പറയുന്നത്. 7.5 mm ആണ്. മുമ്പ് A16 5G ആയിരുന്നപ്പോൾ അത് 7.9 mm ആയിരുന്നു. ഇത് 7.5 mm ആണ്. അപ്പോൾ കുറച്ചുകൂടി സ്ലിം ആയ ഒരു ഫോണാണ്. 192 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. A16 5Gയേക്കാളും കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയാം. ഫ്രെയിം പ്ലാസ്റ്റിക് വിത്ത് പ്രീമിയം ഫിനിഷ് ആണ്. ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ ആണ് ബാക്കിൽ വരുന്നത്. ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ്. ഇത് തന്നെ ഈ പ്രൈസിലെ ഏറ്റവും ബെസ്റ്റ് ആണ്. ഈ പ്രൈസിന് ഈ സെഗ്മെന്റിൽ വേറെ ഒരു ബ്രാൻഡും ഇത്രയും സ്ട്രോങ് ആയ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല കേട്ടോ ഡിസ്പ്ലേക്ക്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ബ്ലൂ, ഗ്രേ, ബ്ലാക്ക് അങ്ങനെ 3 കളറിലാണ് വരുന്നത്. ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. പിന്നെ ഈ സൈഡിൽ കീ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് കീ ഇരിക്കുന്ന ഭാഗം ലേശം പൊന്തിയിരിക്കുന്നുണ്ട്. കീ ഐലൻഡ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ സൈഡ് മൗണ്ടഡ് ആണ്. ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു വിഷയമില്ല. വളരെ ഫാസ്റ്റ് ആണ്. മൊത്തത്തിൽ നന്നായിരിക്കുന്നു. താഴെ മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ. പവർ ബട്ടണിലാണ് ഫിംഗർ പ്രിന്റ് സെൻസർ. ടോപ്പിൽ ഒരു നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ. ലെഫ്റ്റ് സൈഡിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡ് എന്ന രീതിയിൽ ഉപയോഗിക്കാം. ഫ്രണ്ടിലെ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ഇൻഫിനിറ്റി യു ഡിസൈനിലാണ് ഡിസ്പ്ലേ വരുന്നത്. സോ ഇങ്ങനെയാണ് A17 5G എന്ന ഫോണിന്റെ ലുക്ക്. ഇനി ഈ ഫോണിൽ പുതിയതായിട്ട് അവർ കൊണ്ടുവന്നിട്ട് ഒട്ടനവധി കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ചും AI സംഭവങ്ങളാണ്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഈ ജെമിനൈ അതേപോലെ ഗൂഗിൾ സർക്കിൾ ടു സെർച്ച് എന്നൊക്കെ പറയുമ്പോൾ പലരും ചില നിസ്സാര കാര്യങ്ങൾക്ക് മാത്രം അത് ഉപയോഗിക്കുന്നതെന്നാണ് കമന്റുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഈ ജെമിനൈ എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു, ഉത്തരം പറഞ്ഞു, അതിന് മാത്രം ഉപയോഗിക്കില്ല കേട്ടോ. ഇത് ഗംഭീര സംഭവമാണ്. ഞാൻ ഒരു എക്സാമ്പിൾ അവിടെ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് സൈഡിലെ ഈ പവർ ബട്ടണിൽ ഒറ്റ പ്രസ് കൊണ്ട് നമുക്ക് ജെമിനൈ എനേബിൾ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിന്റെ യൂട്യൂബ് വീഡിയോ ചോദിച്ചിട്ട് ആ യൂട്യൂബ് വീഡിയോ കണ്ട് അതിന്റെ സമ്മറി എടുത്തിട്ട് ആ സമ്മറിയെ മെസ്സേജ് ആക്കി എൻ്റെ വൈഫിന് അയക്കാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ മുഴുവൻ പരിപാടിയും ജെമിനൈ ചെയ്യും. അല്ലാണ്ട് ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അത് പറയാം. ആ രീതിയിൽ മാത്രം ജെമിനൈ ഉപയോഗിക്കില്ലേ. ഈ ഫോണിൽ എന്തായാലും ഇതെല്ലാം വർക്ക് ചെയ്യും. അതായത് ക്രോസ് ആപ്പ് ആക്സസ് ചെയ്യാൻ കഴിയും. സെർച്ച് ചെയ്യും, യൂട്യൂബിൽ നിന്ന് വീഡിയോ കണ്ടെത്തും, അത് കാണും, അതിനെ സമ്മറൈസ് ചെയ്യും, അത് മെസ്സേജ് ആക്കും, അത് ഒരാളുടെ കോൺടാക്റ്റ്, ഫോണിലത്തെ അടുത്ത കോൺടാക്റ്റ് എടുത്ത് ആ കോൺടാക്റ്റിലേക്ക് മെസ്സേജ് ആയിട്ട് അയക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യും. ഇനി ഫോർ എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ നോക്കിയാൽ, ഒരു സിനിമ, ഇപ്പം ഞാൻ ലോക എന്ന സിനിമയുടെ ഡേറ്റ് ആണ് ചോദിച്ചത്. അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ആ ഡേറ്റ് എൻ്റെ സാംസങ് കലണ്ടർ ഓപ്പൺ ചെയ്ത് അതിനകത്തേക്ക് ആഡ് ചെയ്ത് വെച്ചു. സോ ഒന്നിലധികം ആപ്പുകളിൽ കണക്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു ക്രോസ് ആപ്പ് കണക്ടിവിറ്റി സംവിധാനമാണ്, അല്ലെങ്കിൽ ആക്സസ് ചെയ്യാനുള്ള സംവിധാനമാണ് ജെമിനൈ. ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാനും അതിൻ്റെ ഉത്തരം കിട്ടാനും വേണ്ടി മാത്രം ഉപയോഗിക്കില്ല. ഇതുപോലെ സ്മാർട്ടായിട്ട് ഉപയോഗിക്കുക. ഇതിൽ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു സംഗതി പലരും വളരെ മിനിമം ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കിൾ ടു സെർച്ച്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ എന്തെങ്കിലും ഒന്ന് കണ്ടു, അതിനൊന്ന് സർക്കിൾ ചെയ്തു, അതെന്താണെന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പരിപാടി നിർത്തുക. കാരണം ഇത്തരം ഫോണുകളിൽ നമുക്കിതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 2-3 ഞാൻ സിമ്പിളായിട്ടൊന്ന് കാണിച്ചു തരാം. നോർമലി നിങ്ങൾക്ക് അറിയാം, സർക്കിൾ ടു സെർച്ച് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു സംഭവം ഈ ഒരു ലൈറ്റിൻ്റെ കാര്യം ഒന്ന് സെർച്ച് ചെയ്താൽ അത് കറക്റ്റ് ചെയ്ത് ലൈറ്റ് എന്താണെന്നുള്ളത് വരും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് മ്യൂസിക് സെർച്ച്, നമ്മളിപ്പോൾ യൂട്യൂബിലോ റീലിലോ എന്തെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് സർക്കിൾ ടു സെർച്ചിൻ്റെ ഈ ബട്ടൺ ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് ആ മ്യൂസിക്കിൻ്റെ ഐക്കൺ കണ്ടോ, അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലേ ആവുന്ന മ്യൂസിക് ഏതാണെന്ന് അത് ഡിറ്റക്ട് ചെയ്ത് തരും. വളരെ ഈസിയാണ്. ഇനി നമ്മളൊരു ബോർഡ് കണ്ടു, അത് തമിഴിലോ ഹിന്ദിയിലോ ഏതോ ഇംഗ്ലീഷിലോ എന്ത് ഭാഷയിലായിക്കോട്ടെ, നമ്മൾ ജസ്റ്റ് സർക്കിൾ ടു സെർച്ച് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ക്യാമറ അതിൻ്റെ നേർക്ക് പിടിച്ചിട്ട് സിമ്പിളായിട്ടൊന്ന് ട്രാൻസ്ലേറ്റ് എന്നുള്ള ഈ അറ്റത്തെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും മലയാളത്തിലേക്ക്. ഇനിയിപ്പോൾ നിങ്ങളൊരു കണക്കാണ്, നിങ്ങളുടെ ബുക്കിൽ ഒരു കണക്കുണ്ട്, നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടുന്നില്ല, ഈസി ആയിട്ട് ക്യാമറ ഓൺ ചെയ്ത് അതിൻ്റെ നേർക്ക് പിടിച്ചുകൊണ്ട് സർക്കിൾ ടു സെർച്ച് അടിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ മാത്സ് പ്രോബ്ലത്തിനെ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറുകൾ താഴെ വരിവരിയായിട്ട് ഇങ്ങോട്ട് തരും. വളരെ ഈസിയാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ബോർഡിൽ അല്ലെങ്കിൽ ഒരു കാർഡിൽ ഒരു ഫോൺ നമ്പർ ഉണ്ട്, നിങ്ങൾ അത് നോക്കി ഇവിടെ ടൈപ്പ് ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് അതിന് നേർക്ക് ക്യാമറ പിടിച്ചിട്ട് ഒന്ന് സർക്കിൾ ടു സെർച്ചിനെ എനേബിൾ ചെയ്ത് ആ നമ്പർ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്പറും എടുത്ത് കോളിങ്ങിന് റെഡി ആയി നമുക്ക് ഡയൽ ചെയ്ത് കോൾ ചെയ്യാം. നമ്പർ ഒന്നും ടൈപ്പ് ചെയ്യണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻവിറ്റേഷൻ എന്തെങ്കിലും കാർഡ് വന്നു, അതിലൊരു QR കോഡ് ഉണ്ട്, അതിൽ ലൊക്കേഷൻ്റെ ലിങ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ജസ്റ്റ് സർക്കിൾ ടു സെർച്ചിൽ ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുക. സർക്കിൾ ടു സെർച്ച് എനേബിൾ ചെയ്താൽ മതി. ആ QR കോഡ് സ്കാൻ ചെയ്ത് ലിങ്ക്, ആ ലൊക്കേഷൻ്റെ ലിങ്ക് അവിടെ റെഡി ആയിട്ടുണ്ടാവും. നമ്മളൊന്ന് ടാപ്പ് ചെയ്താൽ നേരെ ഡയറക്ഷൻ കൊടുത്ത് നമുക്ക് ആ ലൊക്കേഷനിലേക്ക് പോകാം. അതേപോലെ ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ കാർഡ് കിട്ടി, ആ സ്ഥാപനത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഫോട്ടോ, ആ ഒരു സ്ഥാപനത്തിൻ്റെ പേരിന് നടക്കുന്ന സർക്കിൾ ടു സെർച്ച് ഒന്ന് സർക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥാപനം എന്താണ് ഏതാണെന്നുള്ള അതിൻ്റെ വിവരങ്ങൾ മുഴുവൻ നമുക്ക് കിട്ടും.
സോ ഇങ്ങനെ സർക്കിൾഡ് സെർച്ച് ജസ്റ്റ് ഒരു സാധനം സെർച്ച് ചെയ്യാൻ മാത്രം ഉപയോഗിക്കാതെ ഈ പറഞ്ഞ രീതിയിൽ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇതെല്ലാം ഈ ഫോണിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇത്തരത്തിലുള്ള സ്മാർട്ട് ഫീച്ചറുകളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി അതിൻ്റെ പൊട്ടൻഷ്യലിൽ അത് മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് ജസ്റ്റ് ഒരു സെർച്ചിനോ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാനോ വേണ്ടി മാത്രം ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കില്ലേ. ഇതൊക്കെ സെറ്റപ്പായിട്ട് ഈ A17 5G ഉണ്ട്, ഉപയോഗിച്ച് നോക്കുക. ഇനി ഇതിൻ്റെ ക്യാമറ, സാംസങ് പൊതുവേ നല്ല ക്യാമറ സെറ്റപ്പ് കൊടുക്കാറുണ്ട്. ക്യാമറ കണ്ടോളൂ, സാമ്പിൾ കണ്ടു നോക്കൂ. 50 മെഗാപിക്സലിൻ്റെ OIS ക്യാമറയാണ്. നോ ഷേക്ക് ക്യാമറ എന്നാണ് പറയുന്നത്. വീഡിയോ സാമ്പിൾ എങ്ങനെയുണ്ട് എന്ന് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചൂസ് ചെയ്യുക. കാരണം ഇതെല്ലാതും അവരവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. സോ വീഡിയോ കിട്ടുന്നത് ഈ തരത്തിലാണ്, നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഫുൾ HD സപ്പോർട്ട് ചെയ്യുന്നുള്ളത് മാത്രം അറിയുക. കിട്ടിയ റിസൾട്ട് ഈ രീതിയിലാണ്. വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട് 5 മെഗാപിക്സലിൻ്റെ. അതിൻ്റെ സാമ്പിളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫോട്ടോസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ മറ്റ് മെയിൻ ക്യാമറ ഇമേജുകൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഓവറോൾ എല്ലാം നന്നായിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ. ഞാൻ എൻ്റെ ഒരു പോയിന്റിൽ വലിയ കുഴപ്പമില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ നന്നായിട്ടെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചൂസ് ചെയ്യാം. സെൽഫി ക്യാമറ 13 മെഗാപിക്സലാണ്. അതിൻ്റെ സാമ്പിളുകളും ഇവിടെ കാണുന്നുണ്ട്. നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ അപ്പോൾ ക്യാമറയെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 6 വർഷം വരെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. കാരണം 6 ജനറേഷൻ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 ഇയറിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ IP54 വാട്ടർ റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. സോ അത്യാവശ്യം വെള്ളം തേച്ചാലും പെട്ടെന്ന് നനയുന്ന അവസ്ഥയൊന്നുമില്ല. അല്ല, പെട്ടെന്ന് അകത്തേക്ക് വെള്ളം കയറുന്ന അവസ്ഥയൊന്നുമില്ല. ഇനി ഡിസ്പ്ലേയിലേക്ക് നോക്കി കഴിഞ്ഞാൽ 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇൻഫിനിറ്റി U ഡിസൈൻ ആണ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുക. എന്നെ സംബന്ധിച്ച് നമ്മൾ ഉപയോഗിച്ച് നോക്കിയപ്പോൾ നമ്മളിത് പലയിടത്തേയും കൊണ്ടു നടന്ന് ഉപയോഗിച്ച് നോക്കി. ഞാനും എൻ്റെ മോളും ഒക്കെ വീഡിയോസും കാണലും അതേപോലെ ഗെയിം കളിക്കലും ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞങ്ങളിതൊക്കെ കൊണ്ടു നടന്ന് ഉപയോഗിക്കുമ്പോഴും ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ പ്രശ്നമൊന്നുമില്ല. 1100 ബ്രൈറ്റ്നസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബ്രൈറ്റ്നസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലും ഇഷ്യൂസ് ഒന്നുമില്ല. ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും നൈസായിട്ട് ഉപയോഗിക്കാൻ പറ്റും. സോ വീഡിയോ കാണാനായാലും ഗെയിം കളിക്കാനും ഒക്കെ നല്ല വൈബ്രൻ്റ് ആയ, നല്ല സാംസങ്ങിൻ്റെ ആ ഒരു പതിവ് ശൈലിയിലുള്ള സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ, നല്ല വൈബ്രൻ്റ് ആയ നൈസായി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി വൈസ് ആണ് ഞാൻ പറയുന്നത്. കാണാനുള്ള ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ നോക്കുക. പിന്നെ സാംസങ്ങിൻ്റെ യൂണിക്കായ ചില സംഭവങ്ങൾ, വോയിസ് ഫോക്കസ് പോലുള്ള കാര്യങ്ങൾ. അതായത് കോൾ ചെയ്യുമ്പോൾ ഇവിടെ വോയിസ് ഫോക്കസിൻ്റെ ഒരു ഓപ്ഷൻ എനേബിൾ ആയി വരും. മുകളിൽ തന്നെ അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോയ്സ് ഒക്കെ, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ കുറച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. പിന്നെ സാംസങ് വാലറ്റ് വളരെ നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് നമ്മുടെ ബാങ്ക് കാർഡോ പാൻ കാർഡോ ആധാർ കാർഡോ എല്ലാ കാർഡുകളും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് വെക്കാം. ഈസി ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ബാങ്ക് കാർഡൊക്കെ ആഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ടാപ്പ് ടു പേയിലൂടെ പേയ്മെന്റുകൾ നടത്താൻ സാധിക്കും. NFC ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സാംസങ് വാലറ്റിന്റെ ഒരു പൊട്ടൻഷ്യൽ തീർച്ചയായിട്ടും ഫുൾ ആയിട്ട് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ മറ്റൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫീച്ചർ ഇതിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്നത്, ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് ഈ കോളിന്റെ അകത്ത് വരുന്ന വോയിസ് മെയിലാണ്. വോയിസ് മെയിൽ എന്ന് പറയുന്നത് നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഒരാൾക്ക് നമ്മൾ ഫോൺ എടുത്തില്ലെങ്കിൽ അയാളുടെ കോൾ വോയിസ് മെയിലിലേക്ക് വരും. അപ്പോൾ അത് വന്നിട്ട് ഓൺ ഡിവൈസ് ആണ് വരുന്നത്. ഇതിവിടെ ഓൺ ഡിവൈസ് വോയിസ് മെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വിളിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ കോൾ എടുത്തില്ലെങ്കിൽ വോയിസ് മെയിലിലേക്ക് പോകും. അവർക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാം. ആ റെക്കോർഡ് ചെയ്യുന്ന വോയിസ് ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് സ്റ്റോർ ആയി കിടക്കും. നമ്മൾ ആ കോൺടാക്ട് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ കോൺടാക്റ്റിൻ്റെ സൈഡിൽ ഒരു ചെറിയ ഫോണിൻ്റെ പോലത്തെ ഒരു ഐക്കൺ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ താഴെ ഓഡിയോയുടെ ചിഹ്നം കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ആക്കാം. അവരിട്ടിരിക്കുന്ന വോയിസ് മെയിൽ നമുക്ക് കൃത്യമായിട്ട് വോയിസ് മെസ്സേജ് നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അതിന് നെറ്റ്വർക്ക് സെല്ലുലാർ സർവീസ് ഒന്നുമില്ല. ഇത് ഫോണിലാണ്, ഓൺ ഡിവൈസ് ആണ്. സോ തീർച്ചയായിട്ടും നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടില്ലാതെ വോയിസ് മെയിലുകൾ ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ അപ്പോൾ അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ, AI, സാംസങ് യൂണിക് ഫീച്ചേഴ്സ്, AI ഫീച്ചേഴ്സ് നമ്മൾ ഈ പറഞ്ഞതെല്ലാം സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സാധനത്തിന് ഡിമാൻഡ് എന്ന് തോന്നുന്നു ആൾക്കാർക്ക്. ഒരുപാട് പേർക്ക് താല്പര്യമാവുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ സാംസങ് ഈ പ്രൈസിൽ ഉൾപ്പെടുത്തും. ഈ ഫോണുകളിൽ അവർ ഉൾപ്പെടുത്തും. പക്ഷേ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഇതിൻ്റെ പെർഫോമൻസിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണ യൂസിന് നന്നായിരിക്കും. Exynos 1330 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ബാറ്ററി ലൈഫിലും ചാർജിങ്ങിലും ഒന്നും വിഷയങ്ങളില്ല. പെർഫോമൻസ് സാധാരണ യൂസിനൊക്കെ നൈസ് ആയിരിക്കും. ഗെയിം കളിക്കണമെങ്കിലും കളിക്കാം. അസ്ഫാൾട്ട് 9 പോലുള്ള ഗെയിമുകൾ ഞാൻ ഇതിലിട്ട് കളിച്ച് നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. കളിക്കാൻ പറ്റുന്നുണ്ട്, വിഷയങ്ങളൊന്നുമില്ല. സാധാരണ രീതിയിലൊക്കെ ചെറുതായിട്ടൊക്കെ ഗെയിം കളിക്കാനും കൂടി ആഗ്രഹിച്ചുകൊണ്ട് എടുക്കുകയാണെങ്കിൽ അതിന് പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഗെയിമിങ്ങിന് വേണ്ടി ഇത് പോയി എടുക്കരുത്. സംഭവം നൈസായിട്ടുള്ള യൂസേജ്, ഒരു 5-6 വർഷത്തെ അപ്ഡേറ്റ് അടക്കം കിട്ടുന്നത് കൊണ്ട് സെറ്റപ്പ് ആണെന്ന് പറയാം. ഇത് One UI 7 വരുന്നത്. ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ആണ്. ഇതിനപ്പുറത്തേക്കാണ് നേരത്തെ പറഞ്ഞ 6 ജനറേഷൻ അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒക്കെ കിട്ടുന്നത്. പിന്നെ ഇതിൽ സാംസങ്ങിന്റെ നോക്സ് വോൾട്ട്, ഓട്ടോ ബ്ലോക്കർ, ബിൽഡിൻ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ, സെക്യൂർ ഫോൾഡർ പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നൗബാർ അങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ അതുപോലെ താഴെ ചെറിയ ബാർ പോലെ ഇങ്ങനെ തെളിഞ്ഞേക്കും. നമ്മൾ ടൈമറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ കാണാം. സോ അങ്ങനെ നൗബാർ പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ മൊത്തത്തിൽ ഈ ഒരു ഫോൺ ഒരു സാധാരണ യൂസിന് വേണ്ടി നിങ്ങളൊരു സാംസങ് ഫോൺ തന്നെ എടുക്കണമെന്ന് ആഗ്രഹിച്ച്, അതും A സീരീസ് ഫോൺ എടുക്കണമെന്ന് ആഗ്രഹിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു സാധാരണ യൂസിനുള്ളത്. അതായത് സ്ലിമായ ഡിസൈൻ, ഗൊറില്ല ഗ്ലാസ് വിറ്റസിന്റെ പ്രൊട്ടക്ഷൻ, 6.7 ഇഞ്ച് സൂപ്പർ AMOLED ഡിസ്പ്ലേ, 1200 നിറ്റ്സ് ബ്രൈറ്റ്നസ് അടക്കം വരുന്നു. 50 MP OIS ട്രിപ്പിൾ ക്യാമറ ഡീസന്റ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. ക്രോസ് ആപ്പ് ആയി, ജെമിനി അസിസ്റ്റന്റ്, സർക്കിൾ ടു സെർച്ച്, 6 ഇയറിന്റെ അപ്ഡേറ്റ്, നോക്സ് സെക്യൂരിറ്റി, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫോണിനകത്തുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ A17 5G എന്ന് പറയുന്ന ഫോണിനെ പരിഗണിക്കാവുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ
നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് 6 GB റാം 128 GB സ്റ്റോറേജിന് 17,999 അതുപോലെ മറ്റ് പ്രൈസുകൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഇത് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഫോണാണ്, ഓഫ്ലൈൻ ഫോണാണ്. നിങ്ങൾക്ക് ഏത് നിയറസ്റ്റ് ഷോറൂമിൽ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാം. അപ്പോൾ എന്താണ് A17 5G എന്നുള്ളത് ഏകദേശം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താല്പര്യമുള്ളവർ നോക്കുക. പർച്ചേസ് ലിങ്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതല്ലെങ്കിൽ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് എടുക്കാൻ സാധിക്കുന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. സോ അത്രയുമാണ് A17 5G എന്ന ഫോണിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ. പിന്നെ ഇതിൻ്റെ ബോക്സിൽ ചാർജർ കൊടുത്തിട്ടുണ്ട്. ഇത് ലിമിറ്റഡ് ടൈം ഓഫറാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ ചാർജർ കാണിക്കാൻ മറന്നു. 25 വാട്ടിൻ്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. വേണമെന്നുള്ളവർ ചാർജർ ഫ്രീ ആയിട്ട് കിട്ടണം എന്നുള്ളവർ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്തോളൂ. സോ അപ്പോൾ അതാണ് A17 5G എന്ന ഫോണിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.